ആദ്യമേ ഞാൻ പറയട്ടെ, ഞാൻ അടിയുറച്ച സുന്നി ആശയക്കാരനാണ്. ഞാൻ പറയാൻ പോകുന്ന വിഷയം നമ്മളിപ്പോ ദർഗ, അതായത് ഉറൂസ് സംബന്ധമായിട്ടുള്ള ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പൊ ദർഗയോടനുബന്ധിച്ചിട്ട് ഉത്സവങ്ങൾ നടക്കാറുണ്ട്, അതായത് ഉറൂസ് പരിപാടികൾ നടക്കാറുണ്ട്. അപ്പൊ അതിനോടനുബന്ധിച്ചിട്ട് വിവിധ പരിപാടികൾ നടത്താറുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. ഫസീല, പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായിക ഫസീല ബാനുയുടെ ഒരു ക്ഷണം, അതായത് ഒരു ഉറൂസിന്റെയോടനുബന്ധിച്ചിട്ട്, അതായത് ഒരു ദർഗയോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന പരിപാടിയിലേക്ക്, ഗാനമേളയിലേക്ക് നിങ്ങളെ സ്വാഗതം ക്ഷണിക്കുന്നു എന്നതായിരുന്നു അവരുടെ വീഡിയോയിൽ പറയുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിലെ ഒരു സ്ഥലത്ത് ഉറൂസിന്റെ ഭാഗമായി നടത്തപ്പെട്ട പരിപാടിയിൽ ആന വിരണ്ടോടിയ ഒരു വീഡിയോ, ആ വീഡിയോയുടെ അല്പഭാഗം നമുക്കൊന്ന് കാണാം. മഹാന്മാരായ ഔലിയാക്കന്മാരുടെ പേരിൽ നടത്തപ്പെട്ട ആഘോഷത്തിന് കൊഴുപ്പ് കൂട്ടാനാണ് ആനക്ക് പട്ടം വെട്ടി, അതുപോലെ തന്നെ ബേണ്ടടി, അതുപോലെ മറ്റുള്ള എല്ലാ കലാപരിപാടികളും കാണുന്നുണ്ട്. അതിനെ തുടർന്നാണ് ആന വിരണ്ടോടുന്നത്. ആനയുടെ മതം പൊട്ടിയിട്ട് ആന വിരണ്ടോടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഒരു പരിപാടി ഇസ്ലാമിൽ എവിടെയാണ് പറയുന്നത്? ഇത്തരം നടത്തപ്പെടുന്നവരൊക്കെ ഇസ്ലാമിന്റെ പേരിൽ പറഞ്ഞിട്ടല്ലേ നടത്തപ്പെടുന്നത്. ഇപ്പോ ദർഗ, അതായത് ഉറൂസ് എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ പേരിലാണ് നടത്തപ്പെടുന്നത്, ഇസ്ലാമിന്റെ പേരിൽ പറഞ്ഞുകൊണ്ടാണ് നടത്തപ്പെടുന്നത്. ഇത്തരം ആഭാസത്തരങ്ങളായ പരിപാടി എവിടെയാണ്, ഏത് ഇസ്ലാമിലാണ് പറഞ്ഞിട്ടുള്ളത്? ഇതിനൊക്കെ വെറുക്കുന്നവരെ, ഇതിനൊക്കെ പുത്തമാശയക്കാരായിട്ടും മറ്റൊക്കെയാണ് മുദ്രകുത്തപ്പെടുക. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആമുഖത്തിൽ തന്നെ പറഞ്ഞത്, ആദ്യമേ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞത്, ഞാൻ അടിയുറച്ചൊരു സുന്നി ആശയക്കാരനാണ്. ഇതൊന്നും ഒരിക്കലും തന്നെ അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇതെല്ലാം ഇസ്ലാമികരമായിട്ടുള്ള അനാചാരങ്ങളാണ്. ഇസ്ലാമിന്റെ പേര് ദുരുപയോഗപ്പെടുത്തിയിട്ട് കാണിക്കുന്ന കോപ്രായങ്ങളാണ്. ഇതും ഇസ്ലാമായിട്ട് യാതൊരുവിധ ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ്. മഹാന്മാരുടെ പേരും പറഞ്ഞിട്ട് അവരുടെ ഹാണ്ട് നേർച്ച എന്ന പേരിൽ ഇത്തരം കോപ്രായങ്ങൾ കാണിക്കാൻ എവിടെയാണ് ഏത് ഇസ്ലാമിലാണ് പറഞ്ഞിട്ടുള്ളത്? ഇങ്ങനെയാണോ ദർഗ, ഇങ്ങനെയാണോ ഉറൂസ് നേർച്ചയൊക്കെ കഴിക്കേണ്ട കാര്യം? ഇതൊക്കെ തികച്ചും അനിസ്ലാമികമായിട്ടുള്ള കാര്യങ്ങളല്ലേ? സ്ത്രീകൾക്ക് പള്ളിയിൽ പോകുന്നത് നിഷിദ്ധമാണ് എന്ന് പറയുന്നവരാണ് ഇത്തരം പരിപാടിയിലേക്ക് സ്ത്രീകളെ ക്ഷണിക്കുന്നത്. ഏതൊരു ഇത്തരം ഉറൂസ് പരിപാടികൾ, നേർച്ച പരിപാടികൾ നടക്കുന്നുണ്ടെങ്കിൽ പുരുഷന്മാരെക്കാട്ടും കൂടുതൽ സ്ത്രീകളാണ് അവിടെ കാണപ്പെടാൻ. അതൊന്നും ഹറാമായ കാര്യങ്ങളല്ലേ? സ്ത്രീകൾക്ക് പള്ളിയിൽ പോകുന്നത് നിഷിദ്ധമാക്കപ്പെട്ടവർക്ക് ഉറൂസ് പരിപാടികൾക്ക് പോകുന്നത് അനുവദനീയമാണോ? ഇതൊക്കെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇസ്ലാമിന്റെ പേര് ദുരുപയോഗപ്പെടുത്തി നടത്തപ്പെടുന്ന ഇത്തരം പരിപാടികളെ ഒരു നിലക്കും തന്നെ വിശ്വാസികളായവർ സഹകരിക്കരുത് എന്നാണ് എന്നോട് വിനീതമായി പറയാനുള്ളത്.